ഈ ബൗളിലേക്ക് 2 സ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ബജിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. ബജിക്ക് എത്രത്തോളം രുചി കൂട്ടാമെന്ന് ഉള്ളതാണ് ഇപ്പം നോക്കാം. 1 സ്പൂൺ മൈദാമാവാണ് എടുത്തത്, 1 ടേബിൾ സ്പൂൺ മൈദാമാവ്. പിന്നെ എടുത്തന്ന് 1 ടേബിൾ സ്പൂൺ റവ. ഇത് ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലിലാണ് നമുക്ക് കുഴയ്ക്കുന്നത്. തേങ്ങാപ്പാൽ മാത്രം തന്നെ വേണമെന്നില്ല, വെള്ളമായാലും മതി. രുചി കൂട്ടുന്നതിന്, ടേസ്റ്റ് എത്രത്തോളം കൂട്ടാവോ അത്രത്തോളം ഉള്ളത് തേങ്ങാപ്പാലാണ്. ഇത് പോരാത്തതിന് നമുക്കിനി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാം. ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കേണ്ടത്. ഇത്രയും വെള്ളം പോരാ, നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ്, 1 നുള്ളു ഗരം മസാല, ഇത്രയും എടുത്ത് വീണ്ടും മിക്സ് ചെയ്യാം. ഇതായിട്ട് ഇളക്കി ചേർക്കാം. ഇപ്പോൾ നമ്മളിവിടെ പച്ചക്കയുടെ ബജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പച്ചക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. ഇനി എണ്ണ ചൂടായ പാനിലേക്ക് ഈ ബജി ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. മാവിൽ മുക്കിയത് പിന്നീട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, ആ തേങ്ങാപ്പാൽ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ഒഴിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ ബജി ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഓരോന്നായിട്ട് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ബജി എല്ലാം ഇവിടെ എല്ലാം തിരിച്ചിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചിടാൻ നേരം ഞാൻ ആ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചായിരുന്നു, ലോ ഫ്ലെയിമിലാക്കി വെച്ചായിരുന്നു. ഇപ്പോൾ അത് കൂട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴത്തേക്ക് ഇതിപ്പോൾ മൂത്ത് വരും, ഇച്ചിരി കൂടെ വേവാനുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പാത്രത്തിലേക്ക് ഇടാം. ഞാൻ അങ്ങോട്ടൊന്ന് പോയപ്പോഴേ ഇത് തവ അവിടോട്ടായിപ്പോയി. ഈ മുട്ട ചേർത്തത് കൊണ്ടാണ് നമ്മൾ ഇച്ചിരി കൂടെ നേരത്തെ എടുക്കേണ്ടതായിരുന്നു. ഒരു ഭാഗം ഒന്ന് മൂത്ത് പോയ കണക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മളിവിടെ തയ്യാറാക്കിയ കാബേജ്. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് വലിയ ബജിയായിട്ട് കിട്ടും. ഭയങ്കര ടേസ്റ്റാണ് ആ മുട്ടയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്തത് കൊണ്ട്. അപ്പോൾ താങ്ക്സ്.